പിന്നെ ആള് ബാങ്കിൽ ജോലി ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഞങ്ങൾ ഒരു കുറച്ച് പേരുണ്ട്, ജിനൂബ്, നിഷാദ്, അങ്ങനെ പ്രവി, അങ്ങനെ സ്കൂള് ഞങ്ങൾ കോർഡിനേറ്റർ കുറച്ച് ബാച്ചായിട്ട് ബോർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ബാച്ച് ഉണ്ട്. അങ്ങനെ ട്രിപ്പൊക്കെ വരാൻ അടിപൊളി മൈൻഡ് ആള് പോസിറ്റീവാണ്. ഫ്രണ്ട് എന്ന നിലയിൽ എങ്ങനെ ഒരു ഫ്രണ്ടിനെ ഡിഫൈൻ ചെയ്യും അനീഷിന്? ആള് എല്ലാവരായിട്ട് ഒരേപോലെ ഇടപഴകും. അങ്ങനെ ഒരാളെ വേർതിരിച്ച് കാണില്ല ആള്. അങ്ങനത്തെ കാര്യത്തില് ആള് നല്ല ക്യാരക്ടർ. പക്ഷെ പൊതുവെ നാട്ടുകാർക്ക് ചോദിക്കുമ്പോൾ അധികം സംസാരിക്കാത്ത ആളെ സംസാരിച്ചിട്ടില്ല. ഒരാള് സംസാരിക്കാത്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കമ്പനിയുള്ള ആൾക്കാരെ അടുത്ത് ചിലപ്പോ വർത്താനം പറയാം. ഇപ്പൊ നമ്മളിപ്പോ കമ്പനിയുള്ള ആൾക്കാരെ അടുത്ത് മാത്രമല്ല നമ്മൾ പറയുള്ളൂ, അല്ലാത്തവരുടെ അടുത്ത് നമ്മൾ ചോദിക്കാനുള്ള മറുപടി മാത്രമേ പറയുള്ളൂ. അത്രേ ഉള്ളൂ. ആള് ഇതുപോലെ തന്നെ പഠിപ്പിലൊക്കെ ആള് നല്ല മാർക്കും കാര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നാക്കള് ഞങ്ങള് മാത്രമാണ് കുറച്ച് പേരില്ല. പിന്നെ അവൻ കവിത എഴുതിയിട്ടുണ്ട്. ഈ 5 വർഷമായിട്ട് ഇതിന് പ്ലാൻ ചെയ്തിരിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അത് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. ബിഗ് ബോസ് പോകുന്ന കാര്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? അവൻ ഇന്നാള് ഇവിടെ വെച്ചിട്ട് പറമ്പിന്റെ അവിടെ വെച്ചിട്ട് പോണ കാര്യം ഇങ്ങനെ പോണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്രയാണ്. അപ്പൊ എന്താ തോന്നിയേ? നല്ല കാര്യമാണ്. നമ്മുടെ നാട്ടിലൊരാളിങ്ങനെ പോണത് നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ അവനോണ്ട് പറ്റണതല്ലേ. നമ്മുടെ നമുക്കൊരു അഭിമാനം ഉണ്ടല്ലോ, നമ്മുടെ കൂടെ പഠിച്ചിട്ടുള്ളതെങ്കിലും പറയാലോ, ഒരു ഫ്രണ്ട്സ് ആണെങ്കിലും പറയാലോ. കപ്പടിക്കും തോന്നുന്നുണ്ടോ അനീഷ്? കപ്പടിക്കാനുള്ള സാധ്യത ഉണ്ട്. ലാസ്റ്റ് നിമിഷം നല്ല ടൈപ്പിലാണല്ലോ നിക്കുന്നത്. അത് നോക്കിയിട്ട് കാര്യമില്ല, എന്തായാലും ആള് കപ്പടിക്കും.